പ്രിയപ്പെട്ട സുഹൃത്ത് വിമൽ പ്രസാദിൻ്റെ ആദ്യ കവിതാ സമാഹാരം ശബ്ദശില്പികൾ വായിച്ചു കഴിഞ്ഞു. മനസ്സിൽ തറയ്ക്കുന്ന വാക്കുകൾ, എവിടെയൊക്കെയോ അറിയാതെ ചോര പൊടിയുന്ന, കണ്ണു നനയുന്ന അർത്ഥങ്ങൾ. ഈ കവിതാ പുസ്തകത്തിലെ ചില വരികളിലേക്ക് പോയാൽ, അച്ഛനെക്കുറിച്ചുള്ള ഒരു കവിതയുടെ ഒടുവിൽ പറയുന്നത്, ഇത്ര ഭാരം ചുമന്നിട്ടും എത്ര വേഗമായിരുന്നു അതിൻ്റെ യാത്രകൾ, ഇത്ര കിതച്ചതും വിയർത്തതുമൊന്നും അറിഞ്ഞില്ല വീടിന് അകത്തണം. ഓർമ്മകളെ ഇല്ലായ്മ ചെയ്യുമ്പോഴത്തെ യാഥാർത്ഥ്യം പ്രണയലേഖനങ്ങൾ കത്തിക്കുന്നവർ അറിയാൻ എന്ന കവിതയിൽ പറയുന്നുണ്ട്. തീച്ചൂടിനൊപ്പം ഇല്ലാതാകുമോ തീപിടിച്ച ഓർമ്മകളാകെ, പിണങ്ങിപ്പോയിടിലും പിന്നെ ഞാൻ വിളിച്ചപ്പോൾ കുണുങ്ങി വന്ന ഒരെഴുത്ത് എത്ര പെട്ടെന്നാണ് കത്തിത്തീർന്നത്. കത്താൻ മടിച്ച് പറന്നു വന്ന ഒരു പേജ് പിന്നെയുമെടുത്ത് തീയിലിട്ടു. അവസാനമായി അതിൽ വായിച്ചു 100 ഉമ്മകൾ. മറ്റൊരു കവിതയിൽ പറയുന്നത്, സ്വപ്നത്തിൽ നിന്നും പോകുമ്പോൾ മാത്രമേ ഒരാൾ ജീവിതത്തിൽ നിന്ന് പോകുന്നുള്ളൂ. എത്ര സത്യമാണല്ലേ. അവഗണിക്കപ്പെടുന്നവൻ്റെ ചിന്തകളും ഇതിൽ കവിതയായിട്ടുണ്ട്. അയച്ച് ഏറെ നേരമായിട്ടും വായിക്കപ്പെടാതെ കിടക്കുന്ന മെസ്സേജ് അവഗണിക്കപ്പെട്ടു നിൽക്കേണ്ടി വന്ന ഇടങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരാൻ സാധിക്കാതിരുന്ന ഗതികേടോർത്ത് പിന്നെയും ആത്മനിന്ദ അനുഭവിക്കുന്നു. വായിക്കപ്പെടാതെ കിടക്കുന്ന മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് ഓർമ്മയുടെ അലോസരങ്ങളെ മായ്ക്കാൻ ശ്രമിക്കുന്നു. ഓരോ ആത്മകഥകളും എഴുതപ്പെട്ടിട്ടുണ്ടാവുക അപൂർണതയോടെയാകുമെന്നും, എഴുതാത്ത എത്രയോ കഥകളാകും ഓരോ മനുഷ്യനോടൊപ്പം മറവു ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നും മറ്റൊരു കവിതയിൽ പറയുന്നു. ഇതിലേറെ ഇഷ്ടമായ ഒരു കവിത കൂടി വായിക്കാം. പ്രണയമേ, ഇടയിൽ വറ്റിപ്പോയ ഒരു പുഴയുടെ ഇരുകരകളിലാണ് നാം. അത്ര കുറച്ചേയുള്ളൂ പരസ്പരം നമുക്കുള്ള ദൂരം, അത്ര കുറച്ചേയുള്ളൂ പരസ്പരം നമുക്കുള്ള ദൂരം. എങ്കിലും എങ്ങനെ അടുത്തെത്തും? പുഴയിലൂടെയല്ലാതെ മീനുകളാം നമ്മൾ, പുഴയിലൂടെയല്ലാതെ മീനുകളാം നമ്മൾ. എങ്ങനെ അതിജീവിക്കും മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ, എങ്ങനെ അതിജീവിക്കും മറ്റൊരാവാസ വ്യവസ്ഥയിൽ. പ്രിയപ്പെട്ട വിമലിന് എല്ലാവിധ ആശംസകളും.